ചേട്ടാ, ആദില നൂറയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ആദില നൂറ ആരാണെന്നോ എന്താണെന്നോ ഞാൻ പറയാതെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആദില നൂറയും നമ്മുടെ മലബാർ ഗോൾഡ് ഡയമണ്ടിൻ്റെ ഉടമയായ ഫൈസലിൻ്റെ വീട്ടിൽ ചെന്നിരുന്നു, ഫൈസലിൻ്റെ ഹൗസ് വാർമിങ്ങുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ ചടങ്ങിനെടുത്ത ഒരു ഫോട്ടോ അദ്ദേഹം ഒരു കുറിപ്പായിട്ട് പങ്കുവച്ചിരുന്നു. ആ കുറിപ്പിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്, ഞാൻ വായിച്ച് കേൾപ്പിക്കാതെ. സമൂഹത്തിലെ പല മേഖലയിലുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ആളാണ് താൻ. എന്നാൽ ആദിലയും നൂറയും ഈ ചടങ്ങിൽ പങ്കെടുത്തത് തൻ്റെ അറിവോടെയല്ല. സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് ഇവർ നൽകുന്നത്. ഇങ്ങനെ തുടങ്ങി ഇവരെ വിളിച്ചു വരുത്തിയത് താനല്ല, തൻ്റെ സമ്മതത്തോടെയല്ല ഇവർ വന്നതെന്ന് തുടങ്ങി അവരെ വളരെ അപമാനിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് താഴെ കുറേ പേര് അയാളെ വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നപ്പോൾ അദ്ദേഹം ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. എന്താണ് ഇതേപ്പറ്റി പറയാനുള്ളത്? അദ്ദേഹം ഈ മലബാർ ഗോൾഡിൻ്റെ ഈ സഹസ്ഥാപകൻ എന്ന പദവിയിലുള്ള ആളാണ്. അദ്ദേഹമാണ് അതിനൊപ്പം നിന്ന് ഒരു 3-4 പേർ ചേർന്നുകൊണ്ട് സ്ഥാപിച്ച ഒരു സാധനമാണ് ഈ മലബാർ ഗോൾഡ്, മലബാറിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ അതിലൊരാളാണ് ഈ ഫൈസൽ AK. അദ്ദേഹത്തിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ഒട്ടനവധി പ്രമുഖർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. നമ്മുടെ മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബോളിവുഡ് താരം അർജുൻ കപൂർ അടക്കമുള്ളവർ ഈ പരിപാടിക്ക് വേണ്ടി എത്തിയിരുന്നു. അറിയാമല്ലോ, ഒരു വലിയ ഗ്രൂപ്പാണ്. ഒപ്പം ചില ആരോപണങ്ങൾ അവർ ചില കാര്യങ്ങളിൽ നേരിടുകയും ചെയ്യുന്നുണ്ട്. പല ഘട്ടങ്ങളിൽ ഇവർക്കെതിരെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അത് വായുവിൽ നിൽക്കുന്നു, ഇതുവരെ താഴെ ഭൂമിയിലോട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് വായുവിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, അത് താഴേക്ക് വന്നിട്ടുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു ഹൗസ് വാമിംഗ് ചടങ്ങ് നടക്കുന്നത്. ഈ ആദിലയും നൂറയെയും ക്ഷണിച്ചത് ഇവർ തന്നെയാണ് എന്ന് വളരെ വ്യക്തമായി അവർ പറയുന്നുണ്ട്. വെറുതെ അവർ ചെന്ന് കയറില്ലല്ലോ. അത്യാവശ്യം നല്ല പൊസിഷനിൽ നിൽക്കുന്ന 2 കുട്ടികളാണ് ഈ ആദിലയും നൂറയും. ബിഗ് ബോസിൻ്റെ 7ാമത്തെ സീസണിൽ ഈ കുട്ടികൾ വരുമ്പോൾ, ഈ യുവതികൾ വരുമ്പോൾ അവരോട് എല്ലാവർക്കും ഒരു വെറുപ്പായിരുന്നു. പൊതുവേ ഒരു വെറുപ്പ് അവരോടുണ്ടായിരുന്നു. അവരൊറ്റ മത്സരാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. പിന്നീട് അവർ സെപ്പറേറ്റായി 2 പേരായിട്ട് മത്സരിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ 99 ദിവസം ഉണ്ടായിരുന്നു, നൂറ 99 ദിവസം ഈ ഹൗസിലുണ്ടായിരുന്നു. ആദില 95 ദിവസം ഈ ഹൗസിൽ ഉണ്ടായിരുന്നു. പിന്നീട് ആ ഹൗസിൽ ആദ്യം വരുമ്പോഴുണ്ടായിരുന്ന ഒരു ഇഷ്ടക്കേട് പിന്നീട് അവരോട് പിന്നെ കണ്ടിട്ടില്ല. എല്ലാവരും പിന്നീട് അവരെ അംഗീകരിക്കാൻ തയ്യാറാവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന 2 ആളുകളെയാണ് അവർ വെറുതെ ഒരു വലിഞ്ഞു കയറി എന്ന ഫൈസലിൻ്റെ ഹൗസ് വാമിംഗ് നടക്കുക, ഞങ്ങളത് ചെന്ന് കയറിയേക്കാം എന്ന രീതിയിൽ ആരും പോവില്ലല്ലോ. അവർ ഇൻവിറ്റേഷൻ കിട്ടിയതുകൊണ്ടാണ് അവരവിടെ ചെന്നത്. അവരെ വിളിച്ചു വരുത്തി. അതിനുശേഷം അദ്ദേഹം ശില്പ വായിച്ച പോലെയുള്ള ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടു. അത് വരാനുള്ള കാരണം അദ്ദേഹത്തിനെ ചില ആളുകൾ വലിയ തോതിൽ ഇവരെ ആ ചടങ്ങിൽ പങ്കെടുപ്പിച്ചതിന് വലിയ വിമർശനം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു. അങ്ങനെ കേൾക്കേണ്ടി വന്നതോടുകൂടി ചില തീവ്ര ചിന്താഗതിക്കാരാണ് ഈ വിമർശനം ഉയർത്തിയത്. അവർ ഇത്തരം ആളുകളെ ഒന്നും, ഇവർ അറിയാമല്ലോ, ഇവർ പങ്കാളികളാണ്, 2 യുവതികളും ലെസ്ബിയൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ആ രീതികൾ അംഗീകരിക്കാത്ത, ഈ സ്വർഗാനുരാഗം എന്ന രീതി അംഗീകരിക്കാത്ത തീവ്ര ചിന്താഗതിക്കാർ ഈ ഫൈസലിനെ വെല്ലുവിളിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ വ്യാപകമായ വിമർശനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനം കടുത്തതോടുകൂടിയാണ് അദ്ദേഹം ഈ ഒരു നിലപാട് സ്വീകരിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ എത്രയൊക്കെയാണെങ്കിലും അവരെ വിളിച്ചു വരുത്തിയ ശേഷം ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടാൻ പാടില്ലായിരുന്നു. ഒന്നുകിൽ അവരുടെ ചിത്രങ്ങൾ എന്തെങ്കിലും, ഈ പറയുന്ന ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ ചിത്രങ്ങൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ട് അവരെ അപമാനിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. മാതാപിതാക്കളെ അംഗീകരിക്കാത്ത, സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന എന്നൊക്കെയാണ് അദ്ദേഹം ഇതിൽ എഴുതിയിട്ടിരിക്കുന്നത്. എന്ത് തെറ്റായ സന്ദേശമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് പരസ്പരം ഇഷ്ടമാണ്, പ്രായപൂർത്തിയായവരാണ്. അവർക്ക് ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ, അതുപോലെ തന്നെ ജസ്റ്റിസ് C ജയചന്ദ്രൻ, ഡിവിഷൻ ബെഞ്ച് 2021 മെയ് മാസത്തിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അനുമതി, അന്ന് 22 മെയ്യിൽ അന്ന് ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അനുമതി കേരള ഹൈക്കോടതി കൊടുത്തതാണ്. അന്ന് ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് ഇവരെ ഹൈക്കോടതി മണിക്കൂറുകൾക്കകം കോടതിയിലേക്ക് വിളിച്ചു വരുത്തിയാണ്. പ്രോസിക്യൂട്ടർ ഈ ഡിവിഷൻ ബെഞ്ചിനോട് പറഞ്ഞു, ഇവരെ 2 പേരും ഈ ബിനാനിപുരം പോലീസ് സ്റ്റേഷനിലുണ്ട്, ഇവരെ അടിയന്തരമായി ഇവിടെ എത്തിക്കാൻ കോടതി ഉത്തരവാണ് അന്ന് പറഞ്ഞത്. അന്ന് ഈ ഇവരുടെ, അതായത് ആദില നസ്രിൻ്റെയാണ് അന്ന് ഒരു ഹേബിയസ് കോർപ്പസ് ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചത്. ഇവർ +2 പഠിക്കുന്ന സമയത്ത് ഇവർ സൗദിയിലായിരുന്നു. ഇവർ 2 പേരും ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്ന 2 പേരാണ് ഈ നൂറയും ആദിലയും. ഫാത്തിമ നൂറ എന്നാണ് ഇവരുടെ പേര്, നൂറയുടെ പേര്. നൂറയുടെ വീട്ടിലാണ് വലിയ പ്രശ്നം ഉണ്ടായത്. നൂറ താമരശ്ശേരി സ്വദേശിനിയാണ്. ഈ ആദില എന്ന് പറയുന്നത് ഇവിടെ ആലുവയിൽ മുപ്പത്തടത്തുള്ളതാണ് ആദില.
ഇപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ പഠിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നു, ഇവർ അടുപ്പത്തിലാവുന്നു. ഇതിനുശേഷം ഇവർ ഇവിടെ ബിരുദ പഠനത്തിന് കേരളത്തിലാണ് പഠിച്ചത്. അതിനുശേഷം ഈ കോവിഡ് വന്നു എന്ന സമയത്ത് ഈ ഫാത്തിമ നൂറയെ അവരുടെ ബന്ധുക്കൾ അങ്ങ് പിന്നെ സൗദിയിലേക്ക് തന്നെ കൊണ്ടുപോയി. സൗദിയിലേക്ക് കൊണ്ടുപോയി ഈ കുട്ടിയെ, ഈ യുവതി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് ഇവർ അറിയുന്നത് ഇങ്ങനെ ഒരു ബന്ധം ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ട് എന്നുള്ളത്. അതിനുശേഷം നാട്ടിലേക്ക് വന്ന ഈ താമരശ്ശേരിയിലേക്ക് വന്ന ഈ നൂറ താമരശ്ശേരി വീട്ടിൽ നിന്നും മെയ് 19 2022 മെയ് 19 ആ വീട്ടിൽ നിന്ന് ഒളിച്ചോടുകയായിരുന്നു. അവർ ഒളിച്ചോടി കോഴിക്കോട് ഈ പിന്നെ ആദിലെ അവിടേക്ക് പോന്നു. അവർ രണ്ടുപേരുടെ കോഴിക്കോട് ഒരിടത്ത് അഭയകേന്ദ്രത്തിൽ ചെന്ന് താമസിക്കുന്നു. അവിടെ നിന്നും മുപ്പത്തടത്തുള്ള ഈ പറയുന്ന ആദിലയുടെ ബന്ധുക്കൾ നൂറയും ആദിലയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് മുപ്പത്തടത്തെ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം അവർ ചെയ്തൊരു കാര്യം, ഈ മാതാപിതാക്കൾ രഹസ്യമായി നൂറയും ആദിലയും അറിയാതെ ഈ നൂറയുടെ വീട്ടിലേക്ക് ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഈ കുട്ടി ഇവിടെയുണ്ട്, നിങ്ങൾ വന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രാത്രിക്ക് രാത്രി ഇവിടെ വരുന്നു, മുപ്പത്തടത്ത് വരുന്നു. അവർ ഇവരെ ബലമായി പിടിച്ചുകൊണ്ട് ഇവിടെ നിന്നും പോകുന്നു. അതിനുശേഷമാണ് ഈ ആദില അവിടെ നിന്നും വീട്ടിൽ നിന്നും ചാടുകയും അതിനുശേഷം ഹേബിയസ് കോർപ്പസ് സമർപ്പിക്കുകയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ഇക്കാര്യത്തിൽ തീരുമാനം ചോദിക്കുകയും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇക്കാര്യത്തിലുണ്ടോ എന്നുള്ള സർക്കാരിനുള്ള ചോദ്യത്തിന് സർക്കാർ അതിൽ തങ്ങളുമായിട്ട്, അതായത് ഭരണ സംവിധാനവുമായി ബാധിക്കുന്ന രീതിയിലോ ഈ ക്രമസമാധാനം തകരുന്ന രീതിയിലോ കാര്യങ്ങളൊന്നുമില്ല എന്ന് കോടതിക്ക് മറുപടി അന്ന് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കോടതി ഇവരെ ഒരുമിച്ച് ജീവിക്കാനുള്ള അനുമതി കൊടുത്തത്. രണ്ടുപേർക്കും ജോലിയുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രണ്ടുപേരെയാണ് വിളിച്ചു വരുത്തുന്നു. ആ ചടങ്ങിൽ അവർ പങ്കെടുക്കുന്നു. അവർ പോയ ശേഷം ഇത്തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ, സമൂഹത്തിന് ചേരാത്ത ആളുകൾ എന്ന രീതിയിലാണ്, അതായത് സമൂഹത്തിൽ അവർക്ക് ജീവിക്കാൻ അനുവാദമില്ലാത്തവരാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ. അത് വായിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് നോക്കുമ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ അർത്ഥം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇവരെ എതിർക്കുന്നവർ പറഞ്ഞു എന്ന പേരിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്നുകിൽ അവരെ വിളിക്കാതിരിക്കുക, അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയ ശേഷം ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടാതിരിക്കുക. തീവ്ര ചിന്താഗതിക്കാരെയൊക്കെ അവർക്ക് അടിപ്പെട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനൊന്നും അങ്ങനെയൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് കമൻറ്റ് ഇട്ടേക്കുന്ന കണ്ടു. ഈ അവരൊന്ന് അറിഞ്ഞ് ശപിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സംവിധാനമൊക്കെ തകർന്നു വീഴാൻ നിമിഷങ്ങൾ മതി എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് മനുഷ്യനായി കാണാൻ സാധിക്കണം. എല്ലാ മനുഷ്യർക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടല്ലോ. അവർ ഈ ഇഷ്ടങ്ങൾ മറച്ചു വെച്ച് ഏതെങ്കിലും ഒരു പുരുഷനുമായിട്ട് വിവാഹം ചെയ്ത് പോയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? രണ്ട് ജീവിതവും, രണ്ടല്ല 4 ജീവിതവും പോകും. നൂറയുടെ ഹസ്ബൻഡ്, ആദിലയുടെ ഹസ്ബൻഡ്, 4 പേരുടെ ജീവിതം അവിടെ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കുകയും അവരവരുടേതായിട്ട് ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കൊച്ചിയിൽ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, ധാരാളമുണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് മാനവീയ വീതിയിലൊക്കെ രാത്രി ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കവരെ കാണാൻ പറ്റും. ഒരുപാട് പേര് ഇങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. മനുഷ്യർ ജീവിക്കട്ടെന്നേ, അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം. നമ്മളെ ഒരു ശല്യം ചെയ്യാൻ വരുന്നില്ലല്ലോ. നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്തിടത്തോളം കാലം, ഒരു മനുഷ്യൻ്റെ പ്രവർത്തികൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്തിടത്തോളം കാലം അയാളെ ജീവിക്കാൻ വിട്ടേക്കുക. അവരെ ഇപ്പോൾ അയാളല്ലെങ്കിൽ അവൾ ജീവിക്കട്ടെ എന്ന് കരുതുക. അല്ലാതെ ഇതിനകത്തൊക്കെ പിന്നെ ഈ പറയുന്ന പോലെ അവരെ അപമാനിക്കാനും അവരൊന്നും ശരിയല്ല എന്നായി പറയുന്നവരൊക്കെ ശരിയാണോ അത് വേറെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇവരൊക്കെ ശരിയാണോ എന്നുള്ളത്. ഈ ശരി, ഞാൻ പലപ്പോഴും ജോണേട്ടനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ശരിയെന്ന് പറയുന്ന സാധനം ശരിക്കുമില്ല. എൻ്റെ ശരി ശില്പയുടെ തെറ്റായിരിക്കും, ശില്പയുടെ ശരി എൻ്റെ തെറ്റായിരിക്കും. ശരി എന്ന് പറയുന്നതിന് ശരിക്കും ശരി എന്ന് പറയുന്ന സാധനം ഇല്ല. അതിങ്ങനെ മനുഷ്യൻ്റെ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. ഇത്തരം പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. അവർ 2 മനുഷ്യരാണ്. 2 മനുഷ്യർ എന്ന രീതിയിൽ അവർക്ക് വ്യക്തിത്വമുണ്ട്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ ചലഞ്ച് ചെയ്യാൻ, വെല്ലുവിളിക്കാൻ, അപമാനിക്കാൻ, അതിന് നേരെ കത്തി വീശാനുള്ള അധികാരം ഒരു മനുഷ്യനും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിന് എത്ര വലിയ മുതലാളിയാണെങ്കിലും ഇങ്ങ് താഴെ നമ്മളിവിടെ റോഡിലൊക്കെ നിന്ന് എന്താ പറയുക, വാഹനങ്ങൾ ഈ സിഗ്നലിൽ നിർത്തുമ്പോൾ ചിലർ കുട്ടികളുമായിട്ടൊക്കെ വന്ന് കൈ വീശാറുണ്ട്, പണം ചോദിക്കാൻ, സഹായം ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിലും മലബാർ ഗോൾഡിൻ്റെ മുതലാളിയാണെങ്കിലും എല്ലാവരും മനുഷ്യരാണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. ശരി.